കൊറിയൻ കിംചി. അപ്പൊ നമ്മൾ ഇപ്പോൾ ഉള്ളത് അൻസോങ്ങിലാണ്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ ഗ്രൗണ്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ മെയിൻ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടുള്ള കലാപരിപാടികളുണ്ട്, അതുപോലെ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട്, ഇവിടെ കുറെ ഷോപ്സ് ഉണ്ട്, ഫുഡ് ഷോപ്സ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ഫെസ്റ്റിവലാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാം. കോരി വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്. ഈ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് കൊറിയൻ ടൈപ്പ് മാസ്ക് വെച്ചിട്ടുള്ള ഡാൻസ് പ്രോഗ്രാംസ് ആണ്. അതിന്റെ കൂടെ വേറെയും കുറെ പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പം ഇത് കൊറിയയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ്. മെയിൻ ആയിട്ട് നടക്കുന്നത് അൻസിയോങ് ഇവിടെ ആയിട്ടാണ്. അപ്പം എല്ലാ വർഷവും ഈ സമയത്ത് ഇതിലുണ്ടാവും. കുറേ ഫോറിനേഴ്സും പുറത്തുനിന്നും അങ്ങനെ ഇവിടെ ഉള്ളവരും ഒക്കെ വരുന്ന ഒരു പ്രോഗ്രാമാണിത്. ഗ്രൗണ്ട് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അത്രത്തോളം തിരക്കുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഹാൻഡ്ബോക്ക് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കുറേ സ്റ്റോളുകളുണ്ട്. പിന്നെ നല്ല ഫുഡ് ഷോപ്സ് ഉണ്ട്. ഒരുപാട് നമുക്ക് എന്താ പറയുക ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ സാധനങ്ങൾ മേടിക്കാൻ പറ്റും. ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ സ്നാക്സ്, അതുപോലെ തന്നെ ഇവർ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വൺ ഡേ ഇങ്ങനെ കറങ്ങാനുള്ളൊരു സ്ഥലം തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ സ്റ്റേജ് പ്രോഗ്രാം കുറേ വേറെ ഉണ്ട്. അപ്പം കൊറിയയിലുള്ളവരൊക്കെ നെക്സ്റ്റ് ടൈം മിസ്സാക്കാതെ വരാം കേട്ടോ. കാണിക്കാൻ ചിറക് കാണിക്കാൻ. അപ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഷോപ്പുകളിലൊക്കെ ഇവരുടെ ട്രഡീഷണൽ സ്നാക്സ്, അതുപോലെ തന്നെ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ എന്താ പറയുക പാത്രങ്ങളും അങ്ങനത്തെ ഇവിടെ വാങ്ങാനും കിട്ടും, നമുക്ക് കാണാനും പറ്റും. നല്ല ശബ്ദമുണ്ട്. ഈ സൈഡിൽ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹാൻഡ്ബോക്ക് ഇട്ടിട്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ കേട്ടോ. ഇത് കോരി വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്. നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലേക്ക് പോലെ ഫീൽ ചെയ്തിരിക്കും. ഇതൊക്കെ ഇല്ലേ, ഇതൊക്കെ നമ്മുടെ ഇവിടത്തെ പോലൊക്കെ തന്നെ സ്നാക്ക്. അതൊക്കെ കൊറിയൻ ട്രഡീഷണൽ ആയിട്ടുള്ള സ്നാക്സാണ്. ഈ ഷോപ്പിൽ നിറയെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാരും വന്ന് വാങ്ങിക്കൊണ്ട് പോവാണ്. ഫ്രഷ് ആയിട്ട് നമ്മുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ഉണ്ടാക്കി കാണിച്ചു. മേടിക്കാനാണോ നിങ്ങൾ? പൊട്ടില്ല, നല്ല ഉറപ്പ്. പീനട്ട് വെച്ചുള്ള ക്യാൻഡി. ഈ കാണുന്നത് കൊറിയയിലെ ട്രഡീഷണൽ ആയിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടോ. ഇവിടെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ പാത്രങ്ങളിലൊക്കെ ഇവർ സെർവ് ചെയ്യാറുണ്ട്. ഇവിടെ ഇങ്ങനെ എക്സിബിഷനൊക്കെ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ വെക്കുന്നത് വളരെ പതിവുള്ളൊരു കാര്യമാണ് കേട്ടോ. മിക്ക സ്ഥലത്തും ഇവരുടെ ട്രഡീഷണൽ രീതിയിലുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ എക്സ്പോ പോലെ വെക്കും, നമുക്ക് വാങ്ങുകയും ചെയ്യാം. നമ്മൾ വാങ്ങിയൊന്നുമില്ല, പക്ഷെ നമ്മളെല്ലാം നോക്കുകയൊക്കെ ചെയ്തു. കാരണം നല്ല പ്രൈസാണ് കേട്ടോ. ഇങ്ങനത്തെ ട്രഡീഷണൽ കാര്യങ്ങൾക്കൊക്കെ ഇവിടെ ഒടുക്കത്തെ പ്രൈസാണ്. അതുപോലെ തന്നെ ട്രഡീഷണൽ സ്നാക്ക് കിട്ടുന്ന ഷോപ്പുകളും ഒക്കെ സജീവമാണ്. എല്ലായിടത്തും ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാനൊക്കെ വെക്കും കേട്ടോ. നമുക്കപ്പം ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ വാങ്ങാൻ പറ്റും. പ്രൈസൊക്കെ പൊതുവേ എക്സിബിഷൻ ഗ്രൗണ്ടിൽ കൂടുതലാണ്, അതുപോലെ തന്നെ ഇവിടെയും കൂടുതലാണ്. എന്താണെന്നൊന്നും അറിയില്ല, കഴിച്ചോട്ടെ. പുളിയുള്ള ഒരു സാധനം ഇത് ചെല്ലി പോലെ.
ജെല്ലി ടേസ്റ്റ് ഇല്ലാത്ത ജെല്ലി എടുക്കാമോ. അതുപോലെ ഈ കടയിൽ ഒരുപാട് പൗഡറൊക്കെ ആട്ടോ വിൽക്കുന്നത്. നമ്മുടെ ടെർമറിക് പൗഡറും അതുപോലെ ഇവരുടേതായ കുറേ സ്പൈസസ് ഒക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെയൊക്കെ പൗഡറാണ് കേട്ടോ. നമുക്കറിയുന്ന ആകെ നമ്മുടെ മഞ്ഞൾപ്പൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ ഓയിലും വിൽക്കുന്നുണ്ട്. നമ്മുടെ പല ടൈപ്പ് ഓയിൽ നമ്മുടെ കൺമുമ്പിൽ വെച്ചിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടാട്ടോ അവർ തരുന്നത്. ഭയങ്കര ഫ്രഷാണ്. ഫിഷ് ഐറ്റംസ് ഉണക്കിയത് ഡ്രൈഡ് ആണ്. ഇവിടെ കുട്ടികളുടെ ഒരു ആക്ടിവിറ്റി എനിക്കും വേണം. ഞാനിടാം. അടുത്തത് ശില്പ ഒരെണ്ണം വീഴ്ത്തിയാ മതി. ഓ Oh. You. എനിക്ക് പേടിയാവണം. വിത്ത് സൗണ്ട് അതാണ് ഭംഗി. ദേവസേന കറക്റ്റ് കൊള്ളിച്ച് ലാസ്റ്റ്. ഇപ്പൊ നമ്മള് കണ്ട ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ചെണ്ടയും അതിന്റെ ഒക്കെ ഇത് വെക്കാം, കളിപ്പാട്ടം പോലെ വെച്ചിട്ടുണ്ട് ഇവിടെ. നമുക്ക് മേടിക്കാം കേട്ടോ. പല കളറില് പല രീതിയിൽ നമുക്ക് കിട്ടും. നമുക്ക് 5-6 മണിയല്ലേ കഴിക്കണ്ട. ഓരോ രാജ്യങ്ങളുടെ ഫുഡുള്ള കൗണ്ടേഴ്സ് ആണ്. തുർക്കിയുടെയാണ്, യുഎസ്എയുടെയാണ്, ജപ്പാൻ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളെ കൗണ്ടേഴ്സ് ഈ ഭാഗത്തായിരിക്കും. തൊട്ടടുത്തായിട്ട് ഇവിടെ സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് മേടിച്ചിട്ട് ഇവിടെ തന്നെ കഴിക്കാം.
ജ്യൂസസാണ് വിയറ്റ്നാമിന്റെ കൗണ്ടർ. ആളുകൾ വന്നിട്ടും ഇവിടെ എവിടെയും ഒരു വേസ്റ്റ് കിടക്കണം നമ്മൾ കണ്ടിട്ടില്ല. കാരണം ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് തന്നെയാണ്. ഏതൊരു ഫെസ്റ്റിവലിന്റെ എവിടെയാണെങ്കിലും ഇതുപോലെ വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടി പ്രത്യേക സ്ഥലങ്ങളുണ്ടായിരിക്കും. ഇവിടെ ഉള്ളവരെല്ലാവരും ഇതനുസരിച്ച് തന്നെയാണ്. കണ്ടോ, ഇപ്പൊ ആളുകളൊക്കെ വന്ന് ഇവിടെ തന്നെ ഇട്ടിട്ട് ഈ വേസ്റ്റ് എല്ലാം ഇവരെല്ലാം കഴിയുമ്പോൾ കെട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യാം. വേറെ രാജ്യക്കാരുടെ പ്രോഗ്രാംസ് ഉണ്ട്. ഇതിപ്പോ ആഫ്രിക്കൻ ടീമിന്റെ ആണ്. 박수 부탁드리겠습니다. ഇവിടെ ഒരു കൗണ്ടർ ഉണ്ട്. ഈ കൗണ്ടറിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ടേഴ്സ് ആയ കാരണം നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ട്രൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിന്റെ ഗിഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ കാണുന്ന നൂഡിൽസ് ഒക്കെ കിട്ടിയത് കേട്ടോ. ഇവിടെയൊക്കെ ഫുഡ് കൗണ്ടറാണ് ലെഫ്റ്റ് സൈഡിൽ. ഇതിന്റെ സൈഡിലായിട്ടാട്ടോ ആളുകൾ ഇരുന്ന് ഭക്ഷണം കഴിക്കണേ. അപ്പം ഒരുപാട് കൊറിയൻ ഡിഷസ് കിട്ടുന്ന ഷോപ്പുകളാണ് ഇവിടെ മൊത്തത്തിലുള്ളത്. ഭയങ്കര സൗണ്ടാണ്, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ അറിയില്ല. കാരണം ഇവിടെ മൊത്തം പരിപാടികൾ ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഭക്ഷണം കഴിക്കുന്നു, പോകുന്നു. ഈ സൈഡ് നോക്കിയപ്പോൾ പറയാം എത്രത്തോളം ക്രൗഡ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക്. പ്രോഗ്രാം നടക്കുന്ന ഫെസ്റ്റിവൽ ഗ്രൗണ്ടിന്റെ സ്ഥലത്തെത്തി. ഇവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ.
가을 하늘이 그렇게 청명할 줄 알았더니 좀 흐리더니네. 어떻게 구경이 나? 이렇게 많은 분들께서 응원을 해주시니까는 내가 이렇게 서서만 왔다 갔다 할 것이 아니라 이렇게 또 누가 왔어? 아, 안 왔어? 난 또 누가 이기주기로 해서 아이 이 산놈이 양반 흉내를 내려니까는 내 도가니 쓰셔서 못 견디겠네. 명실불구하고 다리 좀 쭉 뻗어야 쓰럽다. 아니 이 핸드폰을 꺼내시오. 핸드폰을 난돈 좀. 아니 잠깐만. 아이고 왠지 흘리고 물이야. 아이고. 선생님. 아이고 이거 멋진 탑을 만들었는데. 이 양반 아주 내가 굵직한 내릴게요. 거죠. 오빠 고마워요. 감사합니다. 그래요. 재밌게 구경을 하시고. 자 사진기를 꺼내시고. 자 하나 둘 셋 찰칵. 하나 둘 셋 찰칵. 그 뒤에 계신 분들은 집에서 나중에. 지하 물 테니 문 좀 띄워주시게. 바람 타고 춤추는 이 가오리 그녀의 발끝. അപ്പോൾ ഓൾമോസ്റ്റ് 5:30 ആയിട്ട് നമ്മൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും കറങ്ങി. അപ്പോൾ പരിപാടികളൊക്കെ നമ്മൾ 6 മണിക്ക് 6:30 ആകുമ്പോൾ ഇവിടുന്ന് തിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇവിടുത്തെ ഫെസ്റ്റിവലിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.